പ്രിയമുള്ളവരെ, കാവ്യം 38 ഇന്ന് ഐഷു ഹസ്ന എഴുതിയ ക്ലാസ് മുറികൾ മാറിയിട്ടും മൂത്രപ്പുരകൾ മാറാത്ത സ്കൂളുകൾ എന്ന കവിതയാണ് അവതരിപ്പിക്കുന്നത്. ഈ കവിതയിലേക്ക് എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സ്വാഗതം. കവിത ക്ലാസ് മുറികൾ മാറിയിട്ടും മൂത്രപ്പുരകൾ മാറാത്ത സ്കൂളുകൾ. ഒന്നിന് വാതിലില്ല, മറ്റേതിന് കൊളുത്തില്ല. വാതിലടച്ചാലോ ഭയങ്കര ഇരുട്ടും. ഇതിനൊന്നും വൃത്തിയേയില്ല. വൃത്തിയുള്ളതൊരെണ്ണം താഴിട്ട് പൂട്ടിയിരിക്കാം, അത് ടീച്ചർമാർക്ക്. ഒന്നിന് വാതിലില്ല, മറ്റേതിന് കൊളുത്തില്ല. വാതിലടച്ചാലോ ഭയങ്കര ഇരുട്ടും. ഇതിനൊന്നും വൃത്തിയേയില്ല. വൃത്തിയുള്ളതൊരെണ്ണം താഴിട്ട് പൂട്ടിയിരിക്കാം, അത് ടീച്ചർമാർക്ക്. യൂറിനറി ഇൻഫെക്ഷൻ ബാധിച്ച് ആശുപത്രിയിൽ പനിച്ചു കിടക്കുന്ന മോളൂട്ടി അച്ഛനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞു. യൂറിനറി ഇൻഫെക്ഷൻ ബാധിച്ച് ആശുപത്രിയിൽ പനിച്ചു കിടക്കുന്ന മോളൂട്ടി അച്ഛനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞു. സ്കൂളിൻ്റെ ഗുണനിലവാര പട്ടിക ഒന്നൂടെ പറഞ്ഞാട്ടെന്ന് മോളൂട്ടീൻ്റെ അമ്മ. സ്കൂളിൻ്റെ ഗുണനിലവാര പട്ടിക ഒന്നൂടെ പറഞ്ഞാട്ടെന്ന് മോളൂട്ടീൻ്റെ അമ്മ. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴും മൂത്രപ്പുരയുടെ അവസ്ഥ ഇത് തന്നെ. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴും മൂത്രപ്പുരയുടെ അവസ്ഥ ഇത് തന്നെ. ക്ലാസ് മുറികൾ മാറിയിട്ടും മൂത്രപ്പുരകൾ മാറാത്തതെന്തേ? ക്ലാസ് മുറികൾ മാറിയിട്ടും മൂത്രപ്പുരകൾ മാറാത്തതെന്തേ? തല കുനിച്ചിരുന്ന അച്ഛൻ്റെ കയ്യിൽ മോളൊരു മുത്തം കൊടുത്ത് കണ്ണടച്ചു കിടന്നു. തല കുനിച്ചിരുന്ന അച്ഛൻ്റെ കയ്യിൽ മോളൊരു മുത്തം കൊടുത്ത് കണ്ണടച്ചു കിടന്നു. PTA മീറ്റിങ്ങിൽ അച്ഛനൊരു അഭിപ്രായം പറഞ്ഞു. കുട്ടികൾക്ക് വേണ്ടിയല്ലേ സ്കൂൾ, അവർക്കൊരു വൃത്തിയുള്ള ടോയ്ലറ്റ്. PTA മീറ്റിങ്ങിൽ അച്ഛനൊരു അഭിപ്രായം പറഞ്ഞു. കുട്ടികൾക്ക് വേണ്ടിയല്ലേ സ്കൂൾ, അവർക്കൊരു വൃത്തിയുള്ള ടോയ്ലറ്റ്. എല്ലാവരും അച്ഛൻ്റെ അഭിപ്രായത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. എല്ലാവരും അച്ഛൻ്റെ അഭിപ്രായത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. ടോയ്ലറ്റ് വൃത്തിയാക്കാൻ പ്രത്യേക ഫണ്ടില്ല. PTA ഫണ്ടിൽ നിന്നൊരാളെ നിർത്തിയിട്ടുണ്ട്, അയാളോട് പറയാം. ടോയ്ലറ്റ് വൃത്തിയാക്കാൻ പ്രത്യേക ഫണ്ടില്ല. PTA ഫണ്ടിൽ നിന്നൊരാളെ നിർത്തിയിട്ടുണ്ട്, അയാളോട് പറയാം. പനി മാറി. ക്ലാസ്സിലെത്തിയ മോളൂട്ടി ബാഗിൽ നിന്ന് ബുക്ക് എടുക്കുമ്പോൾ കേട്ടു. പനി മാറി. ക്ലാസ്സിലെത്തിയ മോളൂട്ടി ബാഗിൽ നിന്ന് ബുക്ക് എടുക്കുമ്പോൾ കേട്ടു. ചില കുട്ടികളുടെ അച്ഛന്മാർക്ക് ഓരോ മീറ്റിങ്ങിലും ഓരോ പരാതിയാണ്. പഠിച്ചതും പഠിപ്പിച്ചതും മനസ്സിലാക്കാതെ അവളിരുന്നു. ചില കുട്ടികളുടെ അച്ഛന്മാർക്ക് ഓരോ മീറ്റിങ്ങിലും ഓരോ പരാതിയാണ്. പഠിച്ചതും പഠിപ്പിച്ചതും മനസ്സിലാകാതെ അവളിരുന്നു. പഠിച്ചതും പഠിപ്പിച്ചതും മനസ്സിലാകാതെ അവളിരുന്നു. പ്രിയമുള്ളവരെ, കവിത ഇവിടെ പൂർണ്ണമാകുന്നു. ഈ കവിത ആസ്വദിച്ച മുഴുവൻ പ്രിയ സുഹൃത്തുക്കൾക്കും നന്ദി, ഹൃദയാഭിവാദ്യങ്ങൾ.